വന്നു ഇന്നും പകലിൽ രാഷ്ട്രീയ കേരളത്തിന് ചർച്ച ചെയ്യാൻ വി.ഡി. സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ വാർത്താ സമ്മേളനം. കൃത്യമായ അഭിമുഖം അദ്ദേഹം ഇങ്ങനെ കൊടുക്കുമ്പോൾ പറയുകയാണ്, ഞാൻ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അനുഭവിച്ച ഏറ്റവും പ്രശ്നങ്ങൾ നിറഞ്ഞ, സങ്കീർണത നിറഞ്ഞ, ടെൻഷൻ അനുഭവിച്ച ദിനരാത്രങ്ങൾ, ആ ദിനരാത്രങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA വിഷയവുമായി കോൺഗ്രസ് പ്രതിസന്ധി ഘട്ടങ്ങളിലേക്ക് കടന്നുപോയതെന്ന്. ഏത് കേൾവിക്കാരനും ശ്രോതാവിനും തോന്നും ഇത്രയും സത്യസന്ധനായ ഒരു രാഷ്ട്രീയ നേതാവ് വേറെ ഉണ്ടാവില്ല. കാരണം തൻ്റെ പാർട്ടിയിൽ ഒരു MLA വലിയ രീതിയിൽ ഇങ്ങനെ പ്രതിക്കൂട്ടിലേക്ക് പോകുമ്പോൾ ആ പാർട്ടിക്കുണ്ടാവുന്ന നാണക്കേടോർത്ത് ഒരു നായകൻ എത്രമാത്രം വിഷമിച്ചിരിക്കുന്നു എന്ന് തൊട്ടു പുറകെ വന്നു വി.ഡി. സതീശൻ്റെ അടുത്ത കമൻറ്റ്. എന്താ അത്? ചങ്ക് പൊട്ടി രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് സസ്പെൻഷൻ കൊടുക്കുമ്പോൾ, പിന്നീട് ഈ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഞാൻ വെന്തുരുകിപ്പോയെന്ന് പറഞ്ഞു തീർക്കുന്നു. സതീശ, നിങ്ങൾ എവിടെയാണ് ഈ രാജ്യത്ത്, ഈ സംസ്ഥാനത്ത് രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് നിൽക്കുന്നത് എന്ന് 5 പകലുകൾ മാത്രം രാഷ്ട്രീയ കേരളം മുദ്ര കുത്താൻ കാത്തിരിക്കുന്ന സമയത്ത് വി.ഡി. സതീശൻ പറഞ്ഞു വെക്കുകയാണ്, കേരള രാഷ്ട്രീയത്തിലെ ഓരോ രാഷ്ട്രീയ നേതാവും കോൺഗ്രസിൽ നിൽക്കുന്നവർ ഏതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വെച്ച് പുലർത്തുന്ന ഒരു മനോഗതി എന്നുള്ളതിൻ്റെ ഉത്തമോദാഹരണമാകുന്നു. പാലക്കാട്ട് പിഷാരടി പോലെ ഒരു ഡമ്മി സ്ഥാനാർത്ഥിയെ നിർത്തിയത് എന്ത് എന്ന് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുമ്പോൾ അതിനെ വെട്ടിയൊതുക്കിയ ഈ നാട്ടിലെ സോഷ്യൽ മീഡിയ വലത് സൈബ്രടങ്ങൾ കേൾക്കാൻ 100% ഉറപ്പാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫിയുടെ ഒരു ഡമ്മിയായി, ഒരു കളിപ്പാവയായി പാലക്കാട്ടിൻ്റെ രാഷ്ട്രീയ മണ്ണിൽ അവതരിച്ചിട്ടുണ്ടെങ്കിൽ പറയുമ്പോൾ മാറിക്കൊടുക്കും. പിഷാരടി മതി, നിർത്തിക്കോ, കടക്ക് പുറത്തെന്ന് പാലക്കാടിൻ്റെ രാഷ്ട്രീയ മണ്ണിനെ നോക്കി കോൺഗ്രസ്സുകാർ ഷാഫി പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വൃത്തികെട്ട രാഷ്ട്രീയക്കാരൻ വീണ്ടും പറന്നിറങ്ങും. ഒരു ചിരിയുണ്ടല്ലോ, വളിച്ച ചിരിയും ഇങ്ങനെ തേച്ച് നിർത്തി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വന്നിറങ്ങി കഴിഞ്ഞ കാലഘട്ടം മുഴുവൻ മറന്ന് ഇങ്ങനെ വോട്ട് ചോദിച്ച് ഇറങ്ങുമെന്ന് ചിന്തിക്കാത്ത രാഷ്ട്രീയ ബുദ്ധിയുള്ളവർ തന്നെയാണ് ഈ കേരളത്തിലുള്ളത്. 100% ഇത്രയും അറപ്പില്ലാതെ, ഒരു ഉളുപ്പില്ലാതെ ഈ നാടിനെ നോക്കി വി.ഡി. സതീശൻ എന്ന് പറഞ്ഞതുകൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഏത് സമയത്തും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിൻ്റെ ബാനറിൽ പാലക്കാടിൻ്റെ മണ്ണിലേക്ക് തിരിച്ചെത്തുമെന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് വി.ഡി. സതീശൻ ഈ നാടിനെ നോക്കി ഇന്ന് പറഞ്ഞു വെച്ചത്.